പ്രമേഹം ഭാവിയിൽ വരുമോ അല്ലെങ്കിൽ പ്രമേഹം നിലവിലുണ്ടോ എന്നൊക്കെ അറിയാൻ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്ത് നോക്കുന്നത് എന്താണ്? ആഹാരത്തിന് മുമ്പുള്ള ഷുഗർ നോക്കും, ആഹാരത്തിന് ശേഷമുള്ള നോക്കും. ഇപ്പോൾ പിന്നെ HbA1c 3 മാസത്തെ ആവറേജും ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ നോക്കിയാൽ നമുക്ക് ഷുഗർ ഡയബറ്റിക് വന്നു കഴിഞ്ഞാണ് പലപ്പോഴും ഇതൊക്കെ കൂടി നിൽക്കുക. എന്നാൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രമേഹം വരുമോ എന്ന് അറിയുന്നതിനുള്ളൊരു പരിശോധനയുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ വയറ്റിൽ ആഹാരം എത്തുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തുന്നു. എത്ര ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തിയോ അതിന് ആനുപാതികമായിട്ടുള്ള ഇൻസുലിനും നമ്മുടെ ബ്ലഡിലേക്ക് പാൻക്രിയാസിൽ നിന്ന് എത്തുന്നു. ഇതാണ് നോർമലി നടക്കുന്നൊരു ഫംഗ്ഷൻ. നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുമ്പോൾ എന്ത് പറ്റും? അമിതമായിട്ട് ഗ്ലൂക്കോസ് ബ്ലഡിലെത്തുന്നു, അമിതമായിട്ട് ഇൻസുലിനും പാൻക്രിയാസ് ബ്ലഡിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ കുറേ നാൾ നമ്മളിങ്ങനെ അമിതമായിട്ട് ആഹാരം കഴിക്കുകയും അമിതം ഗ്ലൂക്കോസ് ബ്ലഡിലെത്തുന്നു, അമിതമായിട്ട് ഇൻസുലിൻ എത്തുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഇൻസുലിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന ഇതിൻ്റെ തോത് കുറഞ്ഞു വരും. ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറയും, ഇൻസുലിൻ്റെ സംവേദനം കുറയുക എന്ന് പറയും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസിലായിരിക്കുമ്പോഴും നമ്മൾ പിന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതലായിട്ട് ആഹാരം കഴിക്കുന്നു, അതും അന്നജം കൂടുതലടങ്ങിയ മധുരവും ഒക്കെ നമ്മൾ വീണ്ടും കഴിക്കുന്നു. ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇതിനെ പിന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശരീരം എന്ത് ചെയ്യും? വീണ്ടും കൂടുതലായിട്ട് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്നൊരവസ്ഥ. ഇവിടെ നിന്നാണ് നമുക്ക് ഡയബറ്റിക്കിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് നോർമലായിരിക്കും, ഷുഗർ നോർമലായിരിക്കും. കാരണം എന്താ? കൂടുതൽ ഇൻസുലിനെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യും, ഈ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഷുഗറിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് നോർമലായിരിക്കും. നമ്മൾ ഈ നോർമൽ വാല്യൂ കണ്ടിട്ട്, ഷുഗർ നോർമലാണെന്ന് കണ്ടിട്ട് നമ്മൾ പഴയ ലൈഫ് സ്റ്റൈലിൽ തന്നെ പോകും. ഒരു 3-4 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രമേഹ രോഗിയായി മാറും. അപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ഇൻസുലിനാണ്. 8 മണിക്കൂർ ഫാസ്റ്റിംഗ് നിന്നിട്ട് രാവിലത്തെ ബ്ലഡ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അവർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കിത്തരും. അതിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ 3-4 വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രമേഹ രോഗിയാകും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. അതാണ് അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ഇൻസുലിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു വാല്യൂ, ഇതിൽ ടെസ്റ്റ് റിസൾട്ടിനെ ക്ലിനിക്കലിയും കൂടി നിങ്ങളുടെ ഒരു ശരീരപ്രകൃതിയും ചെറിയ സയൻസ് ഒക്കെ ഉണ്ട് ശരീരത്തിലുണ്ടാകുന്നത്, ഇതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഒപ്പീനിയനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇൻസുലിൻ, ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ മാത്രമല്ല വേറെയും പരിശോധനകളുണ്ട് കേട്ടോ, പ്രമേഹം നേരത്തെ കൂട്ടി അറിയുന്നതിന്. അത് വേറെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം.